ചേമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. സച്ചിയും രേവതിയും കൂടി രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പ് സച്ചിക്ക് ഫ്രീഡം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പ് നല്ല ജോളിയായിരുന്നല്ലോ, എന്താ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ജോലിയൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോലിയാണെന്നൊക്കെയാണ് സച്ചി പറയുന്നത്. എത്രയോ പേർക്ക് കല്യാണം ആവുന്നില്ലല്ലോ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ട്. എന്നാ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിട്ട് ഞാൻ തന്നെ വന്ന് ചേർന്നില്ലേ? കല്യാണത്തിന് മുമ്പ് സച്ചിയേട്ടന് മതിപ്പും അതുപോലെ മര്യാദയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം മാത്രമേ പറയാവൂ എന്ന് രേവതി പറയുന്നുണ്ട്. അതൊരു തരത്തില് സത്യം തന്നെയാണ് രേവതി. കാരണം കല്യാണത്തിന് മുമ്പ് ഒരു വിശേഷങ്ങൾക്കോ ഒന്നിനും എന്നെ വിളിക്കാറില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, എല്ലാ കാര്യത്തിനും എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് സച്ചേട്ട പറയുന്നത് സച്ചേട്ടന് ഇപ്പോ ഉത്തരവാദിത്തം വന്നു, നല്ല ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യനായിട്ട് സച്ചേട്ടൻ മാറി. അപ്പോ ഇതിൽ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം പോയി എന്നുള്ള കാര്യം ഞാൻ പറയില്ല, ഉത്തരവാദിത്തം വന്നു എന്നുള്ള കാര്യം പറയും. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ തന്നെ പറ, ഈ പണം നമ്മൾ എന്ത് ചെയ്യണോ എന്നുള്ള കാര്യം. രേവതിക്ക് ആ ദിവസം കിട്ടിയ ലാഭത്തിന്റെ പണത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അത് നമുക്ക് കുഞ്ചി തന്നെ ഇടാ എന്ന് പറയാണേ. ഇത് കേട്ട് രേവതിയും സച്ചിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം കുറെ ദൂരം ബൈക്ക് ഓടിച്ചുകൊണ്ട് തന്നെ എന്റെ കൈക്കും കാലിനൊക്കെ നല്ല പെയിനുണ്ട്. പാവം, എനിക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ടത്, ഞാൻ തന്നെ കൈയും കാലും മസാജ് ചെയ്തുതരാ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ടേ. രേവതി മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എനിക്ക് കൈയും കാലും ഒന്നും വേദനയില്ല, നീ ചുമ്മാ ഒന്ന് മസാജ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്കും അത് മനസ്സിലായി സച്ചേട്ടാ എന്ന് പറയുമ്പോ, ഓ നിനക്കും അറിയാലേ? അറിയാം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു കാര്യമാണ് സച്ചി വീട്ടില് പറയാതെ മറച്ചു വെച്ചിരിക്കുന്നത്. ആ വീഡിയോ പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയും അതുപോലെ രേവതിയും ഒരു വഴിക്കായിക്കോളും. പിന്നെ പ്രശ്നം മൊത്തം അവരുടെ നേരെ തിരികുകയും അതുമാത്രമല്ല ആദ്യം ദത്തെടുക്കാനുള്ള അവരുടെ പ്ലാന് ആരും അംഗീകരിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുന്നില്ല. പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ നവീന്റെ ശല്യം എന്നേക്കായിട്ട് ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് സച്ചിയുടെ ഫോൺ എടുക്കണല്ലോ. സച്ചി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് സച്ചി എന്താണ് ചെയ്യുന്നതെന്ന്. പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ഉണർന്ന് എണീക്കുകയാണ്. സമയം നോക്കുന്ന സമയത്ത് 8 മണിയായിരിക്കുന്നു. അയ്യോ, ട്രിപ്പിന് പോകാനുള്ള സമയമായല്ലോ. ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും രേവതി കേൾക്കുന്നില്ല. സച്ചി ടേബിളിന്റെ മേലെ ഫോൺ വെച്ചിട്ട് അങ്ങ് എണീറ്റ് പോവാണേ. ഇതാണ് കറക്റ്റ് സമയം എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും വിളിക്കുമ്പോഴേക്ക് രേവതി പുറത്തേക്ക് വരുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അങ്ങ് മറഞ്ഞു നിൽക്കുവാണ്. രേവതി, രാവിലെ തന്നെ എനിക്ക് ട്രിപ്പിന് പോകാനുണ്ടെന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, എന്നിട്ട് നീ എന്താ എഴുന്നേപ്പിക്കാനിരുന്നത്? ഞാൻ എഴുന്നേറ്റത് മുതൽ തന്നെ സച്ചിയേട്ടനെ വിളിക്കുന്നുണ്ട്. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടനാണ് ഇത്രയും ലേറ്റ് ആയിട്ട് എണീറ്റത്. അവര് സംസാരിക്കുമ്പോഴും ശ്രുതി ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോണാണ്. എന്തായാലും സച്ചിയേട്ടൻ ഇരിക്കും, ഞാൻ പോയിട്ട് ചായ എടുത്തിട്ട് വരാം എന്ന് പറയുമ്പോൾ, ഇല്ലല്ല അതിന് സമയമില്ല, ഞാൻ ഫോൺ ചാർജിലിട്ടിട്ട് പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഉടനെ തന്നെ പോണെന്ന് പറയാണ്. ആ സമയം നോക്കിയിട്ട് ശ്രുതി ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്നുണ്ട്. വീണ്ടും രേവതിയെ വിളിച്ചിട്ട്, രേവതി ഇന്ന് നീ പൂരി മസാല അല്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതെ, അതിനകത്ത് കുറച്ച് എരിവ് കൂട്ടിയിടാൻ വേണ്ടി പറയുന്നുണ്ട്. ശരി, സച്ചിയേട്ടൻ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതി അടുക്കളയിലേക്ക് പോവാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും പതിവില്ലാതെ നടക്കുന്നത് കാണുന്നത്. പൗഡർ അടുത്ത് എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, എന്താ എനിക്കിവിടെ നടക്കാൻ പറ്റില്ലേ, ഇനിയിപ്പോ അതിന് നിന്റെ പെർമിഷൻ ആവശ്യമുണ്ടോ? അയ്യോ, അതിനൊന്നും ആവശ്യമില്ല, നീ ഇവിടെ നടക്കുക, റോഡിൽ നടക്കുക, എവിടെ വേണമെങ്കിലും നടക്ക് എന്ന് പറഞ്ഞ് സച്ചി ആണെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് റൂമിലേക്ക് അങ്ങ് പോവാണ്. സച്ചി ഫോൺ കുത്തിയിട്ടിട്ട് കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറുക. ഉടനെ തന്നെ റൂമിലേക്ക് പോകുന്നുണ്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി. ഫോൺ ചാർജിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സച്ചി ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് രേവതി എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഉടനെ തന്നെ അവിടെയുള്ള കട്ടിന്റെ അടിയിലേക്ക് പോകുന്നുണ്ട് ശ്രുതി. അങ്ങനെ കുറച്ചു നേരം വിളിച്ചതിന് ശേഷമാണ് രേവതി വരുന്നത്. എന്താ സച്ചിയേട്ടാ, ഞാൻ ടവൽ എടുക്കാൻ വേണ്ടി മറന്നുപോയി, നീ ഒന്ന് എടുത്ത് തായെന്നാണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. തോർത്തെടുത്ത് കൊടുത്തിട്ട് മുറിയിൽ നിന്നും രേവതി വേഗം അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സച്ചി പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോഴും കട്ടിന്റെ അടിയിൽ തന്നെയാണ് ശ്രുതി ഉള്ളത്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ വരുവാണ്. ബാമേ, നീ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. ചന്ദ്ര അവിടെ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ശ്രുതിക്ക് കട്ടിന്റെ അടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ കുളിച്ച് വരുന്നുണ്ട്. കുളിച്ചെത്തിയ ഉടനെ തന്നെ രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതി റൂമിലേക്ക് വന്നിട്ട് എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുമ്പോൾ, എന്റെ തലയൊന്ന് തുടച്ചതാ എന്ന് പറയുകയാണ്. ഇതാണെന്നുണ്ടെങ്കിൽ കുളിക്കാൻ അറിയുന്ന സച്ചിയേട്ടന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അറിയില്ലെന്ന് ചോദിക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് ഒരുപാട് ആൾക്കാര് ഭാര്യമാരില്ലാത്തത് കൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം, എന്നിട്ട് നിന്നെ പോലെ ഒരു ഭാര്യ ഉണ്ടായി നിനക്കത് എനിക്ക് വേണ്ടി ചെയ്തു തന്നൂടെ? ശരി ഇരിക്കുന്ന പറഞ്ഞിട്ട് തല തുടച്ചു കൊടുക്കുവാണ് രേവതി. അപ്പോഴും കട്ടിന്റെ അടിയിൽ തന്നെയാണ് ശ്രുതി ഉള്ളത്. പോന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി ഇരുന്നിട്ട് റൊമാൻസ് കാണിക്കുകയാണല്ലോ.
എന്തായാലും വീഡിയോ കിട്ടുമെന്നുള്ള കാര്യം നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കട്ടിന്റെ അടിയിൽ കിടന്നിട്ട് ശ്രുതി. അതേസമയം ആരെങ്കിലും കാണുന്ന രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ പോയിട്ട് കഥ കടച്ചിട്ട് ഇനി ഈ റൂമിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവര് സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ ശ്രുതി എന്ന് വിളിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. അമ്മ ശ്രുതിയെ കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കണ്ടതാണ്. അല്ല അമ്മേ, ഇപ്പൊ കണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും, നീ എന്തിനാ ഇപ്പൊ അവളെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. എന്നിട്ട് ഫോണിൽ ബാമയുമായിട്ട് സംസാരിക്കുകയാണല്ലോ, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചന്ദ്ര. ഫോൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചന്ദ്രയെ വീണ്ടും വെറുപ്പിക്കുകയാണ് കേട്ടോ ശ്രുതി. ബാമയെ ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്താടാ നിനക്ക് വേണ്ടത്? അമ്മേ, ഒരു 500 രൂപ തരൂ. ഞാൻ അതിനു വേണ്ടിയിട്ടായിരുന്നു ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് നടന്നത്. എടാ, നീ ഒരു ബിസിനസ്മാൻ അല്ലേ, നിന്റെ കയ്യിൽ ഒരു 500 രൂപ പോലും എടുക്കാനില്ല. അമ്മേ, ഇപ്പം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ടല്ലേ ചെയ്യുന്നത്, കയ്യിൽ കാശ് വെക്കേണ്ട ഒരാവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു ചായ കുടിക്കണമെങ്കിലും നീ കൊണ്ടുപോയിട്ട് കാർഡ് കാണിക്കുമെന്ന് ചോദിക്കുമ്പോ അമ്മേ, അവിടെയൊക്കെ ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റ്സ് തുടങ്ങിയല്ലോ, പിന്നെ നീ എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് പണം ചോദിക്കുന്നത്? അത് അമ്മേ, കാറ് സർവീസിന് കൊടുത്തതിന് ശേഷം അവിടുന്ന് ക്യാബ് വിളിച്ചിട്ട് വരണം, അതിന് നീ എന്താ പേയ്മെന്റ് ഓൺലൈനായിട്ട് ചെയ്യില്ലേ? അവിടെ അമ്മേ നെറ്റ്വർക്കിന്റെ ചില കുഴപ്പമുണ്ട്. ഇതുപോലെ ചില നെറ്റ്വർക്ക് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ലോകത്തുള്ള എല്ലാവരും ATM-ന്റെ അടുത്ത് പോയി നിൽക്കണം. അമ്മയുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ അടുത്ത് എവിടുന്നാടാ കാശ്? ഇപ്പൊ അച്ഛൻ വരും, നീ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പണം തരുമോ? അമ്മ തന്നെ ചോദിക്കുന്നു പറയുമ്പോൾ നീ എന്തിനാടാ എല്ലാത്തിനും എന്നെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിനക്ക് പോയി ചോദിച്ചാലെന്ന്. അമ്മേ പ്ലീസ് അമ്മേ എന്ന് പറഞ്ഞിട്ട് വെറുപ്പിക്കുകയാണ് വീണ്ടും. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മൊബൈലിന്റെ ലോക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയൊക്കെ തുടച്ചു കഴിഞ്ഞതിന് ശേഷം പൂരി എടുത്ത് വെക്കുക, സച്ചേട്ടൻ വാ എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുന്നുണ്ട്. പക്ഷെ രേവതിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ സമയമില്ല, നീ എടുത്തിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് എനിക്ക് വാരി താ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വാരി തന്നതിന്റെ പ്രതികാരമാണോ എന്ന് ചോദിക്കുമ്പോൾ സമയമില്ല രേവതി, നീ വേഗം എടുത്തിട്ട് വാ എന്ന് പറയണേ. ശരി എന്ന് പറഞ്ഞ് രേവതി അത് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശ്രുതി അപ്പോഴേക്കും ആ ഫോണിലുള്ള വീഡിയോ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. വീഡിയോ കണ്ടിട്ട് ആഹാ, ആന്റണി പറഞ്ഞത് സത്യം തന്നെയാണ്, ഉടനെ തന്നെ എന്തായാലും എന്റെ ഫോണിലേക്ക് വീഡിയോ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോൺ ഇതാക്കുമ്പോഴേക്കും ഫോൺ അങ്ങ് ഓഫായി പോവാണ്. ഈ സമയം നോക്കിയിട്ട് ഫോൺ ഓഫ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ അറ്റംപ്റ്റ് ഫെയിൽ ആയല്ലോ, ആകെ സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. അതേസമയം പുറത്ത് വാക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ രവി. രവിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ശ്രുതിയെ കണ്ടോ എന്നുള്ള കാര്യം. എടാ, നീ എന്താ ഇന്ന് കല്യാണം ആയതാണോ? ഞാൻ അവളെ 1 വർഷമായിട്ട് കാണുന്നതല്ലേ. അതല്ല അച്ഛാ, അവളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടോന്ന് ഞാൻ ചോദിച്ചത്. അവള് ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയി കാണൂടാ അച്ഛ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 500 രൂപ ചില്ലറ താന്ന് പറയുന്നുണ്ട്. എടാ, എന്റെ കയ്യിൽ 300 ഉള്ളൂ. ശരി അച്ഛാ, അങ്ങനെയാണെങ്കിൽ 300 തന്നേക്ക്, ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയണേ. ആദ്യം നിന്റെ 500 താടാ, എന്നിട്ട് ഞാൻ നിനക്ക് 300 തരാം. അച്ഛ, 500 രൂപ എന്റെ കയ്യിലില്ല, ഞാൻ വൈകിട്ട് തരാം. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിലും പൈസ ഇല്ല, ഞാൻ വൈകിട്ട് തരാം. ഓ, അച്ഛൻ പറഞ്ഞത് എന്താന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛൻ പണം തരില്ലല്ലോ. ആ സ്ഥാനത്ത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പെട്ടെന്ന് തന്നെ എടുത്തു കൊടുക്കും. എടാ, നിന്റെ അമ്മയെ പോലെ അങ്ങനെ വ്യത്യാസത്തിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്കറിയില്ല. സച്ചിയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് പണം ചോദിക്കില്ല. ഞാൻ അങ്ങോട്ടേക്കും എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അച്ഛ, എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്ക് അച്ഛന്റെ പണം വേണ്ട. എന്റെ പണം വേണ്ട എന്നുള്ള കാര്യം നീ രോക്ഷത്തിൽ പറയുന്നുണ്ടല്ലോ. എന്റെ പണം 50 ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ട്. ആദ്യം അത് എന്നതിന് ശേഷം നീ രോക്ഷം കൊള്ളു. ഇതിന് മാത്രം നിനക്ക് മറുപടി ഒന്നും പറയാനില്ല അല്ലെ? പോയിട്ട് നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് രവി അവിടുത്തെ അങ്ങ് പോവാണേ. വേണ്ട അച്ഛാ, ഞാന് പണം ശ്രുതിയുടെ അടുത്ത് നിന്ന് തന്നെ മേടിച്ചോളാം. എന്നിട്ട് ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രയുടെ റൂമിലേക്ക് അങ്ങ് കയറി ചെല്ലുവാണ് കേട്ടോ. അവിടെ സച്ചി മാത്രല്ലേ ഉള്ളൂ. എന്താടാ നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അല്ല ശ്രുതി, ഞാനുള്ള സമയത്ത് എങ്ങനെ പൗഡർ എടുത്ത് ഇവിടെ ഉണ്ടാവുന്നത്? അതും ശരി തന്നെയാണ്, പഠിച്ചവനാണ് പോലും 10 വയസ്സേക്ക് അറിവില്ല, ഒന്ന് പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ ശ്രുതിയെ. നീ ഓവറായിട്ട് സംസാരിക്കണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കുള്ളൂ, പോടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ആട്ടി പറഞ്ഞു വിടുവാണേ. തുടർന്ന് രേവതിയാണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്തോണ്ട് വന്നിട്ട് വാരി കൊടുക്കുവാണ് കേട്ടോ സച്ചിക്ക്. സച്ചി അത് കഴിച്ചിട്ട് പറയുന്നുണ്ട്, ഈ പൂരി മസാല ഉണ്ടാക്കാൻ വേണ്ടി രേവതി കഴിച്ചിട്ട് മറ്റാരും ഉള്ളൂ. സച്ചിയേട്ടന് പൂരി മസാല ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. ഈ പൂരി മസാല എന്ന് പറയുന്നത് രേവതി നമ്മളെ പോലെയാണ്. നമ്മളെ പോലെയോ? അതെ, പൂരി എന്ന് പറയുന്നത് ഞാനും മസാല എന്ന് പറയുന്നത് നെയ്യും, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിലൊരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ രേവതിക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പൂരിയും കൂടി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ എനിക്ക് വേണ്ട മതി, നീ ചാർജിങ്ങിലിട്ട മൊബൈൽ എടുത്തതായെന്ന് പറയുന്നുണ്ട്. ആ ചാർജിന്റെ അവിടെ പോയി നോക്കുന്ന സമയത്ത് അവിടെ ഫോണില്ല. ഇവിടെ തന്നെയാണോ സച്ചേട്ടൻ വെച്ചത്? അതെ, ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ ഇവിടെ കുത്തിയിട്ടിട്ട് തന്നെയാ പോയത്. അല്ലെങ്കിലും ഈ കുടിക്കുന്ന ആൾക്കാർ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. രേവതി, നീ അവിടെ വന്ന് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെയാണ് വെച്ചിട്ട് പോയത്. പിന്നെ അവിടെ പോയി പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തൊക്കെ പോയിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ഒന്നുമില്ല സച്ചേട്ടാ. അത് കണ്ടിട്ട് രവി ചോദിക്കുന്നുണ്ട്, എന്താണ് തിരയുന്നത് എന്നുള്ള കാര്യം. അത് ഫോണാണ് അച്ഛ. ഫോണ് എവിടെയായിരുന്നോ വെച്ചത്? അച്ഛ, ഞാൻ ചാർജിങ്ങിൽ വെച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇവിടെ എന്താ മോഷ്ടാക്കളോ വല്ലതും ഉണ്ടോ വന്നിട്ട് എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്? അപ്പോഴാണ് ശ്രുതി പുറത്തേക്ക് വരുന്നത്. അതെ, ഇവനായിരിക്കും അച്ഛ എടുത്തിട്ട് പോയിട്ടുണ്ടാവുക. പിന്നെ ഇവിടെ എന്ത് കാണാതായാലും എല്ലാത്തിനും നീ എന്നെ കുറ്റം പറഞ്ഞോടാ. അവര് പുറത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വേഗം കട്ടിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഫോണ് ആ ചാർജിങ്ങിന്റെ അതിന്റെ സൈഡിൽ ഇങ്ങനെ ചെരിച്ചു വെക്കുവാണ് കേട്ടോ, പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ. എന്നിട്ട് വേഗം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ആരും കാണാതെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ ചെയ്യുന്നത്. ശ്രുതി, നീ എവിടെയായിരുന്നു? ഞാൻ ടെറസിലായിരുന്നു.
ഞാൻ ടെറസിൽ വന്ന് നോക്കിയപ്പോൾ നിന്നെ അവിടെ കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ ശ്രുതി അങ്ങ് റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. രവിയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഒന്നുകൂടി പോയി നോക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഫോൺ കാണുവാണേ. തുണിക്കടിയിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ സച്ചേട്ട കാണുന്നത്? ഇല്ല രേവതി, ഞാൻ ചാർജിങ്ങിൽ ഇട്ടതായിരുന്നു. അല്ലെങ്കിലും ഈയിടെയായിട്ട് സച്ചേട്ടന് മറവി രോഗം കുറച്ച് കൂടുതലാണ്, വയസ്സ് കൂടിക്കൂടി വരുവാണ്. എന്തായാലും സച്ചേട്ടനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണേ. ഇവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? അതിന് മാത്രം വയസ്സൊന്നും ആയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നതിന് ശേഷം വീണ്ടും ഫോൺ ചാർജിങ്ങിൽ ഇട്ടതിന് ശേഷം സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വന്ന് ചാർജ് ചെയ്ത് കുത്തിയിട്ടതിന് ശേഷമാണല്ലോ കുളിക്കാൻ വേണ്ടി പോയെന്നൊക്കെ. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീതു. ശ്രീകാന്ത് അവിടെ ചെന്നിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നീതു വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ വന്നതിന് ശേഷം സോറി പറയുന്നുണ്ട്. അത് കുഴപ്പമില്ലാന്ന് ശ്രീകാന്ത് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ടൈമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പങ്ക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരാളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമല്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യുന്നതിനോടും തീരെ താല്പര്യമില്ല. ഇതെനിക്ക് ന്യൂ പ്ലേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു, റൂട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇനി എന്തായാലും ശ്രീകാന്തിനെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കും. നീതു ഇത്രയും എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് തരേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. ശരി, നമ്മൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? നമ്മുടെ ഹോട്ടൽസിലെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ കുറച്ച് ഓൾഡ് മോഡലാണ്. അതിനെന്താ ഫുഡ് നന്നായാ പോരെ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, അല്ല, നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് പോലെയല്ല, ഹോട്ടൽസിൽ ആൾക്കാർ വന്ന് കഴിക്കുന്ന സമയത്ത് അതിലെ ഓരോരോ കാര്യങ്ങളും അവര് ശ്രദ്ധിക്കും. ഫുഡ് സേവ് ചെയ്യുന്ന പ്ലേറ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ പോലും കുറച്ച് വിശപ്പോടുകൂടി നിൽക്കുന്ന ആള് പ്ലേറ്റ് ഒന്നും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അവര് എന്തായാലും ഇറിറ്റേറ്റഡ് ആവും. സോ അവരുടെ മൈൻഡ് കാം ആവുന്ന രീതിയിൽ നമ്മുടെ ആംബിയൻസ് ഉണ്ടാക്കണം. അതിന് പ്ലേറ്റ്സ് മാറ്റി കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവര് കാണുന്ന എല്ലാം ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം. ഫുഡിന് മുമ്പ് അവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത് പ്ലേറ്റ് ആണ്. പ്ലേറ്റ് കുറച്ച് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ അവര് ഒരു മിനിറ്റ് അതിനെ കുറിച്ച് സംസാരിക്കും, കുറച്ച് കാമാവും. അതുകൊണ്ട് എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്രയും കാലമായിട്ടും ഞാൻ ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എന്തായാലും എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിന് അത്ര ഫുഡ് നോളജ് ഒന്നും എനിക്കില്ല, പക്ഷേ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചും കൂടി നോളജ് ഉണ്ട്. ഓൺലൈനായിട്ട് ഞാൻ ഈ കടയിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം നല്ലതാണ്. ഞാൻ ഇന്നലെ കോൾ ചെയ്ത് എൻക്വയറി ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റാഫ് അവരുടെ അരികിലേക്ക് വരുന്ന സമയത്ത് ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയിട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലേറ്റ്സ് എല്ലാം നോക്കിയതിന് ശേഷം നീതു പറയുന്നുണ്ട്, നോർമലി എല്ലാ ഹോട്ടൽസിലും വലിയ ആൾക്കാർ കഴിക്കുന്ന അതേ പ്ലേറ്റ്സ് തന്നെയാണ് കുട്ടികൾക്കും കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ റെസ്റ്റോറന്റില് കുഞ്ഞു പിള്ളേർക്ക് യൂണിക് ആയിട്ട് വേറെ പ്ലേറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേ സൂപ്പർ മാർക്കറ്റിലേക്ക് മഹിമ കയറി വരുന്നത്. അവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിന്റെ ശബ്ദം കേൾക്കുന്നത്. മഹിമ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശ്രീകാന്ത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് മഹിമ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കൂടെ ഒരു പെണ്ണും ഉണ്ടല്ലോ. ഇത് കുറച്ച് വലുതല്ലേ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, ഡിസൈൻ എന്തായാലും നല്ലതാണ്, കുറച്ച് വലുതായാലും എന്താണ്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഇങ്ങനെ തൊട്ടിട്ടൊക്കെയാണ് കേട്ടോ നീതു സംസാരിക്കുന്നത്. ഇതൊന്നും മഹിമയ്ക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല. കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ട് നീതു പറയുന്നുണ്ട്, ശ്രീകാന്ത് ഒന്ന് നോക്കൂ, ഞാനൊന്ന് അപ്പുറത്തെ സെക്ഷനും കൂടി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോവാണ്. അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് മഹിമ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ മഹിമയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ആന്റി എന്താ ഇവിടെ എന്ന് ചോദിക്കും. എന്താ ശ്രീകാന്ത്, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ? ഞാനെങ്ങനെ ആന്റി നിങ്ങളെ ഇവിടെ പ്രതീക്ഷിക്കുന്നത്? ഞാൻ തന്നെ ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്. ഞാനൊരു കുക്കർ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ശ്രീകാന്ത് എന്താ ഇവിടെ? ഞാനിവിടെ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ശ്രീകാന്ത്, നീ ഷെഫ് അല്ലേ? അപ്പോ ഈ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതാൻറ്റി, ബോസ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോഴേക്കും നീതു അങ്ങോട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്ത് ഇത് നോക്കെന്ന് പറയാണ്. നീതുവിനെ കണ്ട ഉടനെ തന്നെ ആന്റി ഇതാണ് ഞങ്ങളുടെ ബോസ് എന്ന് പറയണേ. ബോസോ? അങ്ങനെയൊന്നും പറയണ്ട, ജസ്റ്റ് ഓണർ, അല്ല ഓണറുടെ മകള്. ആന്റി, ഇവരാണ് ഇപ്പോ ഞങ്ങളുടെ റെസ്റ്റോറന്റ് നോക്കുന്നത്. ഓക്കെ, ഹലോ ആന്റി എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടുന്ന സമയത്ത് നമസ്കാരം എന്ന് പറയാണ് കേട്ടോ കൈ കൂപ്പിയിട്ട് മഹിമ. ഓ ഇറ്റ്സ് ഓക്കെ നീതു, ഇത് എന്റെ മദർ ഇൻ ലോ ആണ്. ഓ ആണോ? ശ്രീകാന്ത് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ് കേട്ടോ. എന്തായാലും നിങ്ങളുടെ മകള് ഭയങ്കര ലക്കിയാണ് ഇതുപോലത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയതുകൊണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ, ആന്റി ചുമ്മാ എന്നെ പുകഴ്ത്തുന്നതാണ്, എന്നാൽ എന്നെക്കാളും ടാലന്റ് ഉള്ള ആളാണിത്. ഉടനെ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ എനിക്കൊരു ഫീലിങ്സ് ഉണ്ട്. നമ്മൾ എത്ര ബ്രാഞ്ചസ് ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലും എന്തായാലും ശ്രീകാന്തിനെ പോലത്തെ ഒരു ടാലന്റ് ആയിട്ടുള്ള ഷെഫിനെ കിട്ടില്ല എന്ന് പറയണേ. അങ്ങനെ അവളുടെ സംസാരം മൊത്തത്തിൽ മഹിമയ്ക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. ശ്രീകാന്തിനെ പോലത്തെ രണ്ടുപേരെ വേണമെങ്കിൽ ക്ലോണിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം രണ്ടുപേരും അങ്ങോട്ടോട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനൊന്നും മഹിമ അങ്ങ് മറുപടി ഒന്നും പറയുന്നില്ല. മഹിമയ്ക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഫേസ് ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് എന്തായാലും ഞാനവിടെ കുറച്ച് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, ശ്രീകാന്ത് വരുമോ എന്ന് പറഞ്ഞിട്ട് നീതു അങ്ങ് പോവാണ്. ആന്റി വന്ന കാര്യം നോക്കൂ, ഞാനും പോവാണ്, എനിക്ക് തിരിച്ച് ഹോട്ടലിൽ കയറണം എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും നീതു ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്ത് വേഗം വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്.
ശ്രീകാന്തിനെ അവള് നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ, ഇത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ലല്ലോ. കുക്കർ ചോദിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ല കുക്കറാണ് മാഡം, ഇതിൽ നല്ല പ്രഷർ നിൽക്കുന്നൊക്കെ പറയുമ്പോ ഇവിടെ പ്രഷർ കൂടിയിട്ട് ഞാൻ തന്നെ ഇപ്പോ പൊട്ടിത്തെറിക്കുന്ന തോന്നുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് ഇറങ്ങി പോവാണേ. അവിടുന്ന് ഇറങ്ങി ഉടനെ തന്നെ വർഷയെ വിളിക്കുകയാണ്. എന്നിട്ട് വർഷ എവിടെ ഉണ്ടായിരുന്നു, എനിക്ക് ഉടനെ തന്നെ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്.